അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശ മുദ്രാവാക്യം കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ബോധമണ്ഡലത്തിലേക്ക് MSS സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അനേകം മതസംഘടനകളും സാംസ്കാരിക സംഘടനകളും സാമൂഹ്യ സേവന സംഘടനകളുമൊക്കെ ഉണ്ടെങ്കിലും MSS വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിലുള്ള വ്യതിരക്തത കൊണ്ടാണ്. എന്താണ് വ്യതിരക്തത? ലക്ഷ്യത്തോടൊപ്പം മാർഗവും സംശുദ്ധമായിരിക്കണമെന്ന് ഇസ്ലാമിക തത്വത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തന ശൈലി MSS സ്വീകരിച്ചതാണ് ആ വ്യതിരക്തത. MSSൻ്റെ പൂർവ്വസൂരികളായ നേതാക്കളുടെ ആദർശനിബിദ്ധമായ പ്രവർത്തന ശൈലിയുടെ രേഖാചിത്രങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുവാനും അത് അവർക്ക് കാണിക്കുവാനും അതിൽ നിന്ന് അവർക്ക് പ്രചോദനം ഉൾക്കൊള്ളുവാനുമാണ് ഇത്തരമൊരു ദൃശ്യാവിഷ്കരണം ഞങ്ങൾ നടത്തുന്നത്. ഉറക്കത്തേക്കാൾ ഉത്തമം നമസ്കാരമാണ്. അതെ, ഉറക്കം വെടിഞ്ഞുണരാൻ, ദൈവപ്രീതി മാത്രം ലക്ഷ്യമാക്കി കർമ്മരംഗത്തുണർന്നു പ്രവർത്തിക്കാൻ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയ വിശ്വദർശനത്തിന്റെ ആഹ്വാനധ്വനി. ഇത് MSS. നല്ല വ്യക്തി നല്ല സമൂഹം. MSSന്റെ ആത്യന്തിക ലക്ഷ്യം ഈ ആശയത്തെ സാർത്ഥകമാക്കുന്നു. പരിവർത്തനത്തിനുള്ള വജ്രായുധം സേവനമാണ് എന്ന സന്ദേശത്തിൽ പ്രചോദിതരായ ഈ കാഫിലയുടെ ആദ്യ കാൽവെപ്പ് 980കളിലായിരുന്നു. പുരോഗമനാത്മകമായ ചിന്തയിലൂടെയും ചർച്ചകളിലൂടെയും ക്രമാനുഗതമായ മാറ്റത്തിന്റെ കുഞ്ഞോളങ്ങൾ സമൂഹ മനസ്സിൽ തീർത്ത് ഈ കാഫില യാത്ര തുടരുകയായി. MSS മുസ്ലിം സർവീസ് സൊസൈറ്റി കഴിഞ്ഞ 35 വർഷക്കാലമായി കേരളത്തിലും കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക മതപരമായ സംഘടനയാണ്. നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കമായി പോയ ഒരു സമുദായത്തെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നന്മ ചെയ്യുന്നവന്റെ പ്രതിഫലം നന്മ തന്നെ. ഈ അലൗകിക ആപ്തവാക്യം പ്രാവർത്തികമാക്കുകയായിരുന്നു MSS. പക്വമതികളും പ്രതിഭാധനരുമായ നേതൃത്വത്തിനു കീഴിൽ സേവനസന്നദ്ധരും ഉദാരമതികളുമായ സുമനസ്സുകൾ ഒത്തുചേർന്നപ്പോൾ MSSന്റെ നിയോഗം സാർത്ഥകമായി. സമുദായം അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. വിദ്യാഭ്യാസം, സേവനം, സംസ്കരണം, അങ്ങനെ ഒരു മാതൃകാ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ട ചേരുവകളുമായാണ് MSS സമൂഹത്തിലേക്കിറങ്ങിയത്. വ്യാജപ്രചരണത്തിലും പ്രകടനപരതയിലും അകപ്പെടാതെ കർമ്മനിരതരാണ് MSSന്റെ നിസ്വാർത്ഥ സേവകർ. നിരവധി സംരംഭങ്ങളും സ്ഥാപനങ്ങളുമായി കേരളത്തിനകത്തും പുറത്തും സേവനരംഗത്ത് സജീവമാവുകയാണ് MSS. കരുണയുടെ മേഘക്കീറുകളിൽ നിന്ന് സാന്ത്വനത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങണമെന്ന ഇസ്ലാമിക ദർശനത്തിന്റെ പ്രയോഗവൽക്കരണമാണ് ഇവിടങ്ങളിലൊക്കെ നടക്കുന്നത്. അതിർവരമ്പുകളില്ലാത്ത സേവനം. ജാതിയും മതവും നിറവും നോക്കാതെ അർഹരായ മനുഷ്യരുടെ ജീവിതത്തിലെ വേദനയകറ്റാൻ ജീവരക്തം സ്നേഹത്തിൽ ചാലിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പുണ്യം നുകരുകയാണ് MSS പ്രവർത്തകർ. സൗഹൃദം തന്നെ കരുത്ത് എന്ന് പൂർവ്വസൂരികൾ മനസ്സിൽ കൊത്തിവെച്ച സ്നേഹസന്ദേശം പകർന്നു നൽകാനും
MSSന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുന്നു. ദുരിതമനുഭവിക്കുന്നവന്റെ മനവും കണ്ണും കരളുമായി തുടിക്കുന്ന സേവന സന്നദ്ധത ഈ പ്രസ്ഥാനത്തെ വേറിട്ടതാക്കുന്നു. സാമൂഹ്യ ബാധ്യതകളുടെ ഇതിഹാസതുല്യമായ ഏറ്റെടുപ്പും കൂട്ടായ നിർവഹണവുമാണ് MSSന്റെ പ്രവർത്തന രീതി. കൊടിയും കൊട്ടിഘോഷവുമില്ലാത്ത നിശബ്ദ സേവനം. മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞതിനർത്ഥം സമൂഹത്തെ സേവിക്കുവാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ ഒരു സൊസൈറ്റി എന്നാണ്. മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പേരുണ്ടെങ്കിലും MSSന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളും സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. KV കുഞ്ഞഹമ്മദ് സാഹിബായിരുന്നു സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് കോയ സാഹിബും. 1980 സംഘടന സ്ഥാപിതമായത്. അത് ESI ഹാളിൽ വെച്ച് വൈസ് ചാൻസലർ ജലീൽ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ജസ്റ്റിസ് മൊയ്തു സാഹിബാണ് പ്രധാന അതിഥിയായിട്ട് അന്ന് പങ്കെടുത്തത്. ആ മീറ്റിങ്ങിലാണ് എന്നെ പ്രസിഡൻ്റായിട്ടും PM മുഹമ്മദ് കോയെ സെക്രട്ടറി ആയിട്ടും കുഞ്ഞലിവിയെ ട്രഷററായിട്ടും തിരഞ്ഞെടുത്തത്. 1981 ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി പ്ലാനിട്ടത്. അതുപ്രകാരം 2 കൊല്ലം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കുകയും ഇവിടെ ഒരു മസ്ജിദ് അടക്കം ഉള്ള വലിയൊരു കോംപ്ലക്സ് പണിയുവാനും സാധിച്ചു. MSSന്റെ പ്രസിഡൻ്റായിരുന്ന പ്രൊഫസർ V. മുഹമ്മദ് സാഹിബ്, അദ്ദേഹം തന്നെയാണ് MSSന്റെ ആസ്ഥാനത്തുള്ള പള്ളിയിൽ ഹുത്തുബ നടത്തിയിരുന്നത്. ആ ഹുത്തുബ ഒരു വേറിട്ട ഹുത്തുബയായിരുന്നു. അതിൻ്റെ കാരണം പ്രൊഫസർ V. മുഹമ്മദ് സാഹിബ് തന്നെ ഒരു വേറിട്ട വ്യക്തിത്വമായിരുന്നു എന്നതാണ്. സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ വളരെ അഗാധ പാണ്ഡിത്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹുത്തുബ പറയുമ്പോഴേ അതിൽ അബദ്ധം വരില്ല. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് അശാസ്ത്രീയമാവില്ല, അദ്ദേഹം പറയുന്നത് മതവിരുദ്ധവുമാവില്ല. ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ഹുത്തുബയിൽ എന്നത് അദ്ദേഹത്തിൻ്റെ ഹുത്തുബയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കി. മാറ്റത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷേ ആ മാറ്റം നാളെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് ധൃതിപ്പെട്ടിട്ടില്ല. സാവകാശം ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന അത്ര മെല്ലെ അദ്ദേഹം ബോധവൽക്കരണം നടത്തിയതിൻ്റെ നല്ല ഫലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോട്ട് പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. മാതൃകാ പുരുഷന്മാരും നവോത്ഥാന നായകരും വെട്ടിത്തെളിച്ച പാന്താവിലൂടെ ധീരോദാത്തം മുന്നേറുന്ന MSSന് സുമനസ്സുകളുടെ കൈത്താങ്ങ് എന്നുമുണ്ടായിരുന്നു. കോഴിക്കോട് ചെറൂട്ടി റോഡിൽ തല ഉയർത്തി നിൽക്കുന്ന MSS കൾച്ചറൽ കോംപ്ലക്സാണ് പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രം. നല്ല വ്യക്തി, നല്ല സമൂഹം എന്ന ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അങ്ങേയറ്റം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ് MSS. കോഴിക്കോട് തീരപ്രദേശത്തെ കൊച്ചുവീടുകൾ കടലെടുത്തപ്പോൾ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ടായിരുന്നു MSSന്റെ സേവന രംഗത്തെ ആദ്യ കാൽവെപ്പ്. സേവനം ജീവിത വഴിയായി സ്വീകരിച്ച MSSന്റെ പ്രവർത്തകർക്ക് അന്നൊന്നും വിശ്രമമില്ലായിരുന്നു. അവശത അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പാനുള്ള സംരംഭങ്ങളുമായി, സമൂഹത്തിന് ഉത്തമ മാതൃകയുമായി MSS മുമ്പേ നടന്നു. സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ
ശക്തമായ ബോധവൽക്കരണവുമായി ഈ പ്രസ്ഥാനം മുന്നേറി. MSSന്റെ സാരഥ്യം വഹിച്ചിട്ടുള്ള ആളുകളെ കേരളീയർ അംഗീകരിച്ചത് അവരുടെ പൊതുജീവിതം കണ്ടിട്ടാണ്. അവരുടെ ജീവിത രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നേതൃത്വത്തെ കേരളീയ പൊതുസമൂഹം അംഗീകരിക്കാൻ തയ്യാറായത്. ഉദാഹരണത്തിന് ശ്രീ PP ഉമ്മർ കോയ, KV കുഞ്ഞഹമ്മദ്, PM മുഹമ്മദ് കോയ, ഡോക്ടർ ആലിക്കുട്ടി, പ്രൊഫസർ U മുഹമ്മദ്, TM സാവാങ്കുട്ടി തുടങ്ങിയ വ്യക്തികളുടെ ജീവിത രീതിയും ജീവിത ലാളിത്യവും കണ്ട് മനസ്സിലാക്കിയാണ് കേരളീയർ ഈ സംഘടനയെയും സംഘടനാ നേതൃത്വത്തെയും അംഗീകരിച്ചതും ആദരിച്ചതും. തെരുവോരങ്ങളിലെയും ചെറ്റക്കുടിലുകളിലെയും ദൈന്യജീവിതത്തിന് ആശ്വാസം പകരാൻ ആത്മാർത്ഥമായി കർമ്മപഥത്തിലിറങ്ങി. അവശരും ആലംബഹീനരുമായ സഹജീവികളുടെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് അവരെ തലോടിയും അവർക്ക് തുണയേകിയും അവർക്കൊപ്പം നീങ്ങുകയാണ് സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവാഹകരായ ഈ കാഫിലക്കൂട്ടം. അനന്തപുരിയിൽ ആരംഭിച്ച സേവന കേന്ദ്രം അശരണരുടെ ആശാകേന്ദ്രമാണ്. അർബുദത്തിനും മറ്റു മാറാരോഗങ്ങൾക്കും കീഴടങ്ങി RCCയിലും ശ്രീചിത്രയിലും മെഡിക്കൽ കോളേജിലും ചികിത്സയ്ക്കെത്തുന്നവരുടെ പ്രതീക്ഷയും അഭയവുമാണ് MSSന്റെ ഈ മെഡിക്കൽ ഗൈഡൻസ് സെന്റർ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷിത താമസ സൗകര്യവും ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. കേരളത്തിനു പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം എത്തുന്ന രോഗികൾ ഈ കേന്ദ്രത്തിന്റെ ആശ്വാസ തണൽ ആസ്വദിക്കുന്നു. ചികിത്സാ സംബന്ധമായ വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കു പുറമെ വിദ്യാഭ്യാസപരമായ ഗൈഡൻസിനും ഇവിടെ സംവിധാനമുണ്ട്. ഞാൻ കോഴിക്കോട്ട് സ്വദേശിയാണ്. എൻ്റെ മകൻ സർജിത്ത്, ഇവൻ സൗദിയിലായിരുന്നു. അന്ന് നാട്ടിൽ കല്യാണാവസരത്തം വന്നതാണ്. പെട്ടെന്ന് ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ അസുഖം വന്ന് MRI സ്കാനിങ്ങിലൂടെ രോഗം ബ്രെയിൻ ട്യൂമറാണെന്ന് അറിഞ്ഞു ഞങ്ങൾ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു. സർജറി കഴിഞ്ഞു. താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും MSSൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാവിധ ഉപകാരങ്ങളും കിട്ടിയത്. വലിയൊരു ഉപകാരങ്ങളാണ് കിട്ടിയിട്ടുള്ള. ഭക്ഷണ കാര്യത്തിലും താമസ സൗകര്യത്തിലും വളരെ ഉപകാരപ്രദമായ സ്ഥാപനമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ നാഗർകോവിലുള്ളവളാണ്. എൻ്റെ വലിയ മോൾക്ക് ഇങ്ങനെ ട്യൂമറിൻ്റെ അസുഖം 1.5 വയസ്സിലുള്ളതാണ്. ഇപ്പോൾ 12 വയസ്സാവുന്നു. ഇപ്പം ട്രീറ്റ്മെൻറ്റ് 10 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ വന്നിട്ട് MSSലാണ് ഞങ്ങൾ എപ്പോഴും താമസിക്കുന്നത്. ഇവിടെയുള്ള ഈ സഹായം ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകാറില്ല. ഇവിടുത്തെ ഈ MSS ഈ സ്ഥാപനത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് വളരെ ഒരു ഉപകാരമായിട്ടുള്ളതാണ്. എൻ്റെ പേര് മല്ലിക എന്നാണ്. ഞങ്ങൾ ഇടുക്കിയിൽ താമസിക്കുന്നതാണ്. ഇതെൻ്റെ ഭർത്താവ് പാൽമുരുകൻ, ഇതെൻ്റെ മകൻ വിശ്വബാല. എൻ്റെ മകന് 2011 ഓഗസ്റ്റ് തൊട്ട് ക്യാൻസർ അസുഖം ബാധിച്ച് ഞങ്ങൾ ഇവിടെ വന്നതാണ്. വന്ന നാൾ തൊട്ട് ഞങ്ങൾക്ക് MSSൽ എല്ലാ സൗകര്യവും തന്ന്, ഭക്ഷണ സൗകര്യവും ശുദ്ധ വെള്ളവും താമസ സൗകര്യവും എല്ലാം തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിന് വേണ്ടിയുള്ള എല്ലാ ചികിത്സാ ധനസഹായങ്ങളും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കൊച്ചിനെ ഞങ്ങൾ ഒരു 5 വർഷമായിട്ട് ഇവിടെ വരികയും പോവുകയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നും ഞങ്ങൾ ചെക്കപ്പിന് വന്നതാണ്. വന്ന് ഡോക്ടറെ കണ്ടപ്പം ഒരുവിധം പൂർണ്ണമായെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മടങ്ങി പോവുകയാണ്. ഞങ്ങൾ എസ്റ്റേറ്റ് മേഖലയിൽ തോട്ടം തൊഴിലാളികളാണ്. ഇത്രയും പാവപ്പെട്ട ഞങ്ങൾക്ക് ഇത്രയും നല്ല ധനസഹായങ്ങളും ഇത്രയും നല്ല സൗകര്യ സ്ഥലങ്ങളും ഉണ്ടാക്കി തന്ന MSSനോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾക്ക് എന്നെന്നും കടപ്പാടുണ്ട്. മറ്റൊരു അപൂർവ സേവന കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന മെഡിക്കൽ എയ്ഡ് സെന്റർ.
പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലും ഇവിടെ പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജിലെത്തുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സഹായിക്കുന്നു എന്നത് ഈ കേന്ദ്രത്തിന്റെ വേറിട്ടൊരു സേവനമാണ്. റോഡ്, റെയിൽ അപകടങ്ങളിലും തീപ്പൊള്ളലിലും മറ്റും മരണപ്പെടുന്നവരുടെ വികൃതമായ ശരീരഭാഗങ്ങൾ കുളിപ്പിച്ച് മതപരമായ ശേഷക്രിയകൾ ചെയ്ത് സംസ്കരിക്കാൻ പാകത്തിൽ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന ഈ സെന്ററിന്റെ അതുല്യ സേവനം പൊതുസമൂഹം ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഏകദേശം 9,000-ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ സംസ്കരിച്ച് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് MSSന്റെ ഏറ്റവും വലിയ സേവനത്തിൻ്റെ മാതൃകയാണ്. കേരള പൊതുസമൂഹത്തിന്റെ വിദ്യാഭ്യാസ വൈജ്ഞാനിക രംഗങ്ങളിൽ നിസ്തുല സേവനങ്ങൾ അർപ്പിച്ച വ്യക്തിത്വമാണ് മർഹൂം TP കുട്ടിയാമു സാഹിബ്. MSSന്റെ തുടക്കം മുതൽ അതിന്റെ മുന്നണി പോരാളിയായിരുന്ന അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ തലശ്ശേരിയിൽ കുട്ടിയാമു സെന്റർ പ്രവർത്തിച്ചു വരുന്നു. പൊതുസമുദായത്തിന്റെ ഒരിടമായി MSS സെന്റർ മാറിക്കഴിഞ്ഞു. മേഖലയിലെ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ ഇവിടെ MSS കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, ലൈബ്രറി, കോൺഫറൻസ് ഹാൾ എന്നിവയും പ്രവർത്തിക്കുന്നു. MSSന്റെ ഒരു പ്രധാന മേഖല ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ബോധവൽക്കരിക്കുക, അവർക്ക് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ ഏതെല്ലാം രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നതായിരുന്നു. കോഴിക്കോട് മാളിക്കടവിൽ ഒരു പബ്ലിക് സ്കൂൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചത് വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ റിസൾട്ട് വളരെ വളരെ സംതൃപ്തി നൽകുന്നതാണ്. അതുപോലെ തന്നെ വെങ്ങളത്ത് ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നല്ല നിലയിലുള്ള റിസൾട്ടാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ വരുന്ന ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും അതുപോലെ സ്കോളർഷിപ്പുകളും മറ്റു രീതിയിലുള്ള പ്രോത്സാഹനം നൽകി വരുന്നു. കോഴിക്കോട് മാളിക്കടവിലെ MSS പബ്ലിക് സ്കൂൾ ഇത്തരം സംരംഭങ്ങളിലൊന്നാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കോഴിക്കോട്ടെ നൂറുമേനി വിളയുന്ന വിദ്യാലയങ്ങൾക്കിടയിൽ ഗണനീയ സ്ഥാനം നേടാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. മതഭൗതിക വിദ്യാലയങ്ങൾ സമന്വയിച്ച് പ്രദേശവാസികൾക്ക് വിദ്യയൊരുക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ മറ്റൊരു വിദ്യാലയമായ വെങ്ങളത്തെ MSS പബ്ലിക് സ്കൂൾ. KG മുതൽ 7ാം ക്ലാസ് വരെ സ്കൂളും ഒപ്പം മദ്രസ പഠനവും ഇവിടെ ഭംഗിയായി നടന്നുവരുന്നു. ഇതിനോട് ചേർന്ന് ഒരു പള്ളിയും നിലകൊള്ളുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളുടെ ധാർമ്മിക ഉന്നമനത്തിന് വേണ്ടി 15 വർഷത്തിന് മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നൂറുൽ ഹുദ മദ്രസ. ഈ മദ്രസ കേരളത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ പബ്ലിക് എക്സാമിൽ 100% വിജയം എല്ലാ ക്ലാസ്സിലും കൈവരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് മദ്രസകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിസ്കാര പരിശീലനം, അതേപോലെ അനുബന്ധമായ തയമ്മും പരിശീലനം, ഉളവ് പരിശീലനം തുടങ്ങിയ പ്രാക്ടിക്കലോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ക്യാമ്പസിലൊരു മസ്ജിദ് ഉള്ളത് കൊണ്ട് കുട്ടികളെ നേരിട്ട് അവിടെ കൊണ്ടുപോവുകയും അവിടെ ഇരുത്തി പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കാനും അതേപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് CD-കളും മറ്റും ഉപയോഗിച്ച് നല്ല നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും അതേപോലെ മദ്രസൻ്റെ പുസ്തകങ്ങൾക്ക് പുറമെ മറ്റുള്ള കാര്യങ്ങളടക്കം കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ ഉതകുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ വിവിധ സേവന പദ്ധതികളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് MSS സ്കോളർഷിപ്പ് സ്കീം എന്നത്. പ്രൊഫഷണൽ കോഴ്സുകളായ
MBBS-നും എഞ്ചിനീയറിങ്ങിനും B.Ed കോഴ്സുകൾക്കും ഒക്കെ സാങ്കേതികമായ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ സാമ്പത്തികമായ പ്രതിമാസ സഹായമാണ് ഈ പദ്ധതിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MSSന്റെ മറ്റൊരു മഹോന്നത മാതൃകാ പദ്ധതിയാണ് പ്രമുഖ വ്യക്തികളുടെ നാമധേയത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള എൻഡോവ്മെന്റുകൾ. 25ഓളം എൻഡോവ്മെന്റുകൾ വഴി പണം സമാഹരിച്ച് MSS സാമൂഹ്യ സേവനത്തിലേർപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നതുപോലെ സേവനങ്ങൾക്കാണ് MSS മുൻതൂക്കം നൽകുന്നത്. അതിൽ തന്നെ പ്രഥമഗണനീയമായിട്ടുള്ളത് ജീവകാരുണ്യ മേഖലയാണ്. MSSന്റെ മുദ്രപതിയാത്ത കാരുണ്യമേഖല തുലോം കുറവാണെന്ന് തന്നെ പറയാം. അശരണരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനും ഇവിടെ ഊന്നൽ നൽകുന്നു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്ത് നാട്ടുകൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കാരുണ്യ അഗതി മന്ദിരം അത്തരം ശ്രേഷ്ഠ ശ്രമങ്ങളുടെ ഉദാഹരണങ്ങളിലൊന്നാണ്. ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഉറ്റവരും ഉടയവരുമില്ലാതെ പുറമ്പോക്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ പുനരധിവാസ കേന്ദ്രം ജീവകാരുണ്യ രംഗത്തെ ശ്രദ്ധേയമായൊരു സംരംഭമാണ്. ഇവിടെ താമസം, ഭക്ഷണം, ചികിത്സ എന്നിവ സൗജന്യമായി നൽകി വേർപാടിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദനയകറ്റാൻ ഈ സ്നേഹമന്ദിരം ശ്രദ്ധയൂന്നുന്നു. പതിനഞ്ചോളം അന്തേവാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും, ഭക്ഷണവും താമസവും അതുപോലെ തന്നെ മെഡിക്കൽ എയ്ഡും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ ഇടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യും, രോഗികളെ പരിശോധിക്കും. രോഗികളാവുന്ന ആൾക്കാർക്ക് ആസ്പത്രിയിൽ കൊണ്ടുള്ള ചികിത്സ സൗജന്യമായി നൽകും. MSSന്റെ കാരുണ്യ അഗതി മന്ദിരത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ആയിഷ എന്നാണ് എൻ്റെ പേര്. പിന്നെ ഇവിടെ വന്ന് 6 വർഷമായി വന്നിട്ട്. പിന്നെ ഇവിടെ ഒന്നും ആരും കുടുംബക്കാരവരുമില്ല, കുടുംബത്തിലേക്കൊന്നും പോകലുമില്ല. ഇവിടെ തന്നെ താമസിച്ചാണ്. ഞാനിവിടെ ആദ്യം ബിസിനസ്സുകാരനായിരുന്നു. ഇവിടുത്തെ ഈ എല്ലാ ബിസിനസ്സും ഉണ്ടായിരുന്നു. പോറിങ് കച്ചവടം, മരക്കച്ചവടം, ഈ വണ്ടി കച്ചവടം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അതിൽ ഭാര്യ വിട്ടുപോയി. കാരണം എനിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു. ആദ്യം ക്യാൻസർ വന്ന്, പിന്നെ TB വന്ന്, പിന്നെ ഈ കൈ ഒരു സൈഡ് തളർന്നു പോയി. അങ്ങനെ ആയപ്പോൾ അവർക്ക് നമ്മൾ ഒരു ഇതായത് അന്നേരം കണ്ടമാനം പണം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പിന്നെ അവർ നോക്കില്ല എന്നുള്ളൊരിത് വന്നപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വിലയിൽ പോകുന്നത്. പിന്നെ കുടുംബക്കാരെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ്. ഇപ്പോൾ കുടുംബം നോക്കിയിട്ട് അതിനേക്കാൾ വളരെ ജോറായിട്ട് ഇവിടെ നോക്കുന്നുണ്ട് ആൾക്കാർ. കുടുംബക്കാരെക്കാൾ ഏറ്റവും നന്നായിട്ട് നോക്കുന്നത് ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏറ്റവും സുഖമായിട്ടുള്ള ജീവിതമാണ് ഇവിടുത്തത്. പിന്നെ എനിക്കുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മായും പാപ്പായും ആങ്ങളമാർ 4 ആണും 5 പെണ്ണുമായിരുന്നു. ഞങ്ങൾ എല്ലാം മരിച്ച്. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ മരിക്കാൻ. പിന്നെ നാട്ടിൽ പോയാരെ കാണാനാ. ഉള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നവരാ. ഒരിടത്ത് പോയാൽ പോരാ, എല്ലായിടവും പോകണം. എനിക്ക് ഒറ്റയ്ക്ക് പോയേ മരിയും ചെയ്യാൻ അറിഞ്ഞുകൂടാ. പിന്നെ അത് കാരണം ഞാൻ പോകത്തില്ല. പിന്നെ ഇതെൻ്റെ ഒരു സുബർക്കമാണ്. വണക്കുന്ന ഇവിടെ ജീവിക്കുന്നു മരിക്കുന്നിടം വരെ. ഇത് ചക്കുംകടവിൽ പ്രവർത്തിക്കുന്ന അബൂ ഹാജി ഹെൽത്ത് സെന്റർ. നിർധനരുടെ ആശാകേന്ദ്രമായ ഈ സെന്ററിൽ ഹോമിയോ ക്ലിനിക് പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് അസാധാരണങ്ങളായ വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതിലൊന്നാണ് ജന്മനാലും അല്ലാതെയുമുള്ള അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവുമുള്ള വിവിധ പ്രായങ്ങളിലുള്ള കുട്ടികളുടെ വളർച്ചയും വികാസവും. വിധിയുടെ വികൃതി കൊണ്ട്
വൈകല്യജന്മങ്ങളായി പിറന്ന ഈ കൊച്ചു സഹോദരങ്ങളുടെ മാതാപിതാക്കളുടെ തീയെരിയുന്ന മനസ്സുകളിൽ ആശ്വാസത്തിന്റെ കുളിരേകാനുള്ള പ്രവർത്തനത്തിനും MSS ശ്രദ്ധയൂന്നി വരുന്നു. കോഴിക്കോട് ഫാറൂഖ് കോളേജിനടുത്ത് പ്രവർത്തിക്കുന്ന കനിവ് സ്പെഷ്യൽ സ്കൂൾ അത്തരത്തിൽ സേവനം കാഴ്ചവെക്കുന്ന ഒരു കൊച്ചു കേന്ദ്രമാണ്. ഫാറൂഖ് കോളേജിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മനസ്സിന്റെ താളം തെറ്റിയ തന്ത്രികൾ അറ്റുപോയ സഹോദരങ്ങളുടെ ബുദ്ധിയെ താളാത്മകമാക്കാൻ ശ്രമം നടത്തുകയാണ് ഈ സ്ഥാപനം. ഇതോട് ചേർന്ന് MSSന്റെ ഒരു നഴ്സറി സ്കൂളും പ്രവർത്തിച്ചു വരുന്നു. മലപ്പുറം ജില്ലയിൽ MSSന്റെ ശ്ലാഘനീയമായ സേവനത്തിന് ഏറെ പേരുകേട്ട ഒരു യൂണിറ്റാണ് പൊന്നാനി യൂണിറ്റ്. 1981 പൊന്നാനി MSS യൂണിറ്റ് ആരംഭിക്കുന്നത്. പൊന്നാനി MSS യൂണിറ്റിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഒരു മെഡിക്കൽ എയ്ഡ് സെൻ്ററാണ്. പതിറ്റാണ്ടുകളായി പൊന്നാനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആതുര സേവന ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളും നിരവധി മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും അനുസ്യൂതം നടന്നുവരുന്നു. ശ്രേഷ്ഠകർമ്മത്തിലൂടെ സമൂഹത്തിന് സേവനമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനി യൂണിറ്റിന്റെ ഒരു സ്ഥാപനമാണ് ഹോപ്പ് സ്പെഷ്യൽ സ്കൂൾ. മാനസിക വൈകല്യമുള്ള കുട്ടികളെ പ്രത്യേകം പരിപാലിച്ച് സാധാരണ കുട്ടികളെപ്പോലെ പ്രാപ്തരാക്കി മാറ്റാൻ പരിശീലനം സിദ്ധിച്ച സേവകരായ ഇൻസ്ട്രക്ടർമാരും ടീച്ചർമാരും അടങ്ങുന്ന ഇവിടുത്തെ ടീം ശാസ്ത്രീയമായ രീതിയിൽ നടത്തിവരുന്ന ബൃഹത്തായ സാമൂഹ്യ സേവന പ്രവർത്തനം ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച വിവിധ പ്രായങ്ങളിലുള്ള നിരവധി വിദ്യാർത്ഥികളുടെ വൈകല്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ മാറ്റിയെടുക്കാനും അവരെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിനും പരിശീലിപ്പിച്ചു വരുന്നു. ഹോപ്പ് MSS സ്പെഷ്യൽ സ്കൂൾ പൊന്നാനിയിൽ വർക്ക് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സെർബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള MR ഉള്ള പിള്ളേർക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ശാരീരിക ക്ഷമതയ്ക്ക് ഉള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ വലിയ പിള്ളേരായ കാരണം. പിന്നെ ഇവർക്ക് ഞാൻ കൂടുതലായിട്ടും നമ്മളിവിടെ കൊടുക്കുന്നത് പ്ലേ ഓറിയൻറ്റഡ് തെറാപ്പിയാണ്. പ്ലേ പ്ലസ് ഫങ്ഷണൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനും കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ലതാണ്. കുട്ടികളാകുമ്പോൾ കളികളിലൂടെയുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പഠനത്തിലും പഠനേതരവുമായ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും ഈ കേന്ദ്രത്തിൽ ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്. സഹജീവി സ്നേഹത്തോടെയുള്ള ഇവരുടെ പരിപാലനം പരിധിയില്ലാത്തതാണ്. ഇതിന്റെ സദ്ഫലം ഇവരുടെ കുടുംബം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക ആചാരങ്ങളും ആഘോഷങ്ങളും ഇന്ന് വ്യത്യസ്ത തീയതികളിൽ വരുന്നതിലുള്ള വൈരുദ്ധ്യം ഒഴിവാക്കി ഒരു ദിവസത്തിന് ഒരു തീയതി എന്ന കാലഗണനയുടെ അടിസ്ഥാന തത്വത്തിന് ഘടകവിരുദ്ധമായി പലർക്കും പല തീയതികൾ, പല കലണ്ടർ എന്ന വിശുദ്ധ ഖുർആനും ശാസ്ത്രസത്യങ്ങൾക്കും വിരുദ്ധമായ സമുദായത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും ഒരു പൊതു കലണ്ടറിന് കീഴിൽ സമുദായത്തെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്കും MSS മുൻകൈയെടുത്തു വരുന്നു. സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടുതന്നെ ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് MSS നേതൃത്വം കരുതുന്നു. അത്തരത്തിലുള്ള ചിന്തകൾക്ക് പ്രോത്സാഹനവും MSSന് ലഭിക്കുന്നുണ്ട്. ഈദ്ഗാഹുകളുടെയും വിവിധ പള്ളികളിലെ ബാങ്കുകളുടെയും സമയ ഏകീകരണത്തിന് MSS ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത സംഘടനകളുടെ വേറിട്ടുള്ള നോമ്പും പെരുന്നാളും ഒരുമിപ്പിക്കുന്നതിന്റെ അണിയറ പ്രവർത്തനത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് MSS ആയിരുന്നു.
പണ്ഡിതനും ഖുറാൻ ചിന്തകനും ഗ്രന്ഥകാരനുമായിരുന്ന CN അഹമ്മദ് മൗലവിയുടെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട എൻഡോമെന്റ് അവാർഡ് വൈജ്ഞാനിക മേഖലയിൽ മികച്ച ഗ്രന്ഥരചനയ്ക്കോ സമുദായ പരിഷ്കരണ സംരംഭത്തിനോ ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തികൾക്ക് ഏർപ്പെടുത്തിയ സംവിധാനമാണ്. അത്തരം വ്യക്തികളെ അംഗീകരിക്കേണ്ടത് ഒരു സാമൂഹ്യ ബാധ്യതയായി MSS കരുതുന്നു. പ്രവാസികളായി കഴിയുമ്പോഴും തങ്ങളുടെ നാട്ടിലെയും മറ്റു പ്രദേശങ്ങളിലെയും സഹോദരങ്ങളുടെ കണ്ണീരൊപ്പുവാനും അവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തങ്ങളുടെ സാമൂഹ്യ ബാധ്യതയുടെ സഹായഹസ്തം അവർക്കുകൂടി ലഭ്യമാക്കിയും MSSന്റെ വിദേശ ചാപ്റ്ററുകൾ കർമ്മരംഗത്ത് വലിയ പങ്കാണ് വഹിക്കുന്നത്. തിരുവനന്തപുരത്തും തൃശൂരും ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ ഹോസ്റ്റലുകൾ പ്രത്യേകം പരാമർശമർഹിക്കുന്നു. വിദ്യാർത്ഥിനികളും ഉദ്യോഗസ്ഥകളുമടക്കം ധാരാളം സ്ത്രീകൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജാതിമത പരിഗണനയ്ക്കതീതമായി പ്രവേശനം നൽകപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങൾ സേവനരംഗത്ത് വളരെ അപൂർവമാണ്. മിതമായ ചെലവിൽ സുരക്ഷിതമായ വാസസ്ഥലം എന്നതാണ് ഈ ഹോസ്റ്റലുകളുടെ പ്രത്യേകത. സ്ത്രീ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും MSS മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. പഠനത്തിനും ജോലി ആവശ്യത്തിനും നഗരങ്ങളിലെത്തുന്ന സ്ത്രീജനങ്ങൾക്ക് സുരക്ഷിതമായ വാസസ്ഥലമൊരുക്കാൻ MSS പ്രയത്നിക്കുന്നു. അതിന്റെ ഭാഗമായി വനിതാ ഹോസ്റ്റലുകൾ പലയിടങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. മധ്യകേരളത്തിൽ MSSന്റെ സേവനപാതയിൽ ഉയർന്നു നിൽക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു സംരംഭമാണ് എറണാകുളം ജില്ലയിലെ കലൂരിൽ പ്രവർത്തിക്കുന്ന MSS വെൽഫെയർ സെന്റർ. കോൺഫറൻസ് ഹാൾ, സൗജന്യ മരുന്ന് വിതരണ കേന്ദ്രം, കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സഹായ നിർദ്ദേശങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സേവന പ്രവർത്തനങ്ങൾ ഈ സെന്ററിന്റെ കീഴിൽ നടന്നുവരുന്നു. MSSന്റെ ജില്ലാ ആസ്ഥാനവും ഇവിടെയാണ്. സാമൂഹ്യരംഗത്ത് വിവിധ പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് സദാ സജീവത പുലർത്തുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകിവരുന്നു. വ്യക്തിവികാസത്തിനും സാമൂഹ്യബന്ധം നിലനിർത്തുന്നതിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് നടപ്പാക്കി വരുന്ന കമ്മിറ്റിയുടെ കീഴിൽ നിരവധി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. പ്രാഥമിക തലത്തിൽ തന്നെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മദ്രസ പഠനവും ഇവിടെ വർഷങ്ങളായി നടന്നുവരുന്നു. 1980കളിൽ MSSന്റെ ആവിർഭാവത്തോടെ തന്നെ നിലവിൽ വന്ന കോഴിക്കോട് ജില്ലാ ഘടകം സേവനരംഗത്ത് കർമ്മനിരതരാണ്. വീടും സ്വന്തമായി സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ആണ് സക്കാത്ത് സംരംഭത്തിൽ നിന്ന് ഉടലെടുത്ത പുതിയ പദ്ധതി. ഒരു കൊല്ലത്തേക്ക് അഗ്രിമെൻ്റ് വെച്ചിട്ട് അതിൽ താമസിക്കാനുള്ള സൗകര്യവും വെള്ളവും വെളിച്ചവും ഒക്കെ ഈ MSS നൽകി പോന്നിട്ടുണ്ട്. അതിപ്പോഴും നൽകി വരുന്നുണ്ട്. സംസ്ഥാനത്തെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് താങ്ങും തണലുമായി MSS നടപ്പിലാക്കിയ CPRF എന്ന സഹായ പദ്ധതി അനുകരണീയ മാതൃകയായി തീർന്നിട്ടുണ്ട്. MSSന്റെ സേവന പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻസർ, കിഡ്നി രോഗികൾക്കുള്ള റിലീഫ് ഫണ്ട്. രോഗികളുടെ ജീവിതാവസാനം വരെയോ അസുഖം ഭേദമാകുന്നതുവരെയോ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. ക്യാൻസർ പേഷ്യൻസ് റിലീഫ് ഫണ്ട് എന്ന പേരിൽ 20 വർഷക്കാലമായി മുടങ്ങാതെ സാമ്പത്തിക സഹായം നൽകി വരുന്നു. KPRF എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു ഫണ്ട് MSSനുണ്ട്.
കിഡ്നി പേഷ്യൻസ് റിലീഫ് ഫണ്ട്. ഇവരും കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതാണ് ഈ KPRF എന്ന ഫണ്ട്. വൃക്കരോഗികളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള കിഡ്നി പേഷ്യൻസ് വെൽഫെയർ ഫണ്ടും MSSന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ക്യാൻസർ രോഗത്തിന്റെ വ്യാപനം തടയാനും രോഗത്തിന്റെ ഭീഷണിയിൽ നിന്നും മോചനം നൽകാൻ ഉതകുന്ന ബോധവൽക്കരണ പരിപാടികളും MSS നടത്തിവരുന്നു. എല്ലാ വർഷവും ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കളുടെ ഒരു ഒത്തുചേരലും സംഘടിപ്പിച്ചു വരുന്നു. രോഗപീഠ കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ബഹുമുഖ പരിപാടികളും ഈ ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. സംഘടനയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ പുതിയ കാൽവെപ്പാണ് MSS പൊയിലൂർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്. വയനാട് തരുവണ ആർവാൾ പ്രദേശത്ത് MSS സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പൊയിലൂർ അബൂബക്കർ ഹാജി ഫ്രീ ആയി തന്ന 5.5 ഏക്കർ സ്ഥലത്താണ് പ്രസ്തുത പദ്ധതി വിഭാവനം ചെയ്തത്. പ്രശാന്തസുന്ദരമായ വയനാടിൻ്റെ പ്രകൃതി ഭംഗിക്കിണങ്ങിയ രീതിയിൽ പരിസ്ഥിതിക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത പ്രസ്തുത പദ്ധതിയിൽ ആർട്സ് കോളേജ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, കളിസ്ഥലം, മസ്ജിദ്, ലൈബ്രറി തുടങ്ങി ആധുനിക രീതിയിൽ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രസ്തുത പദ്ധതിയിൽ 6000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കോളേജ് കെട്ടിടത്തിൻ്റെ വർക്ക് ഭാഗികമായി തീരുകയും അവിടെ കോളേജ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ധാരാളം. സംഘടനകൾക്കിടയിലും പ്രസ്ഥാനങ്ങൾക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലും മതങ്ങൾക്കിടയിലുമുണ്ട്. പക്ഷേ അവർക്കിടയിൽ ഐക്യമുള്ള കുറേ സംഗതികളുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെക്കാൾ എത്രയോ അധികമുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഇരുന്ന് ഒന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളുടെ വിശദാംശങ്ങളൊക്കെ ആലോചിച്ചെടുത്താൽ വമ്പിച്ച മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അത് MSSമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിലും എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും കുതിർത്തിയെടുത്ത പരസ്പര സഹകരണം കൊണ്ട് ഹൃദയങ്ങളെ ഇണക്കിച്ചേർക്കാൻ നാം ഉണരേണ്ടിയിരിക്കുന്നു. നഷ്ടനന്മകളുടെ വീണ്ടെടുപ്പിന് ഈ ചരിത്രമുഹൂർത്തത്തിൽ നാം അറച്ചു നിന്നുകൂടാ. നന്മ നിറഞ്ഞ ഭൂതകാല സൗഹൃദത്തിന്റെ ഓർത്തിരമ്പലിൽ പുളകിതരായി നാം മുന്നേറുക. ഒന്നിനൊന്ന് പരസ്പരം ചേർന്ന് ഒരേയൊരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാം. ദൈവഹിതമുണ്ടെങ്കിൽ MSS അതിന്റെ കർമ്മപഥത്തിലൂടെ ഇനിയും ശാന്തമായി മുന്നേറിക്കൊണ്ടിരിക്കും.